പ്ലസ് ടു കഴിഞ്ഞ് മെഡിക്കൽ പ്രൊഫഷനിലേക്ക് തന്നെ പോകണം എന്ന് ആഗ്രഹിക്കുന്നവർക്കാണ് ഈ എക്സ്പ്ലനേഷൻ. പ്ലസ് ടു ഓർ റിപ്പീറ്റിംഗ് ഓർ റീറിപ്പീറ്റിംഗ് ഏത് കാറ്റഗറി ആണെങ്കിലും വൃത്തിയായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം നീറ്റിന്റെ സ്കോർ അത് തന്നെയാണ് അടിസ്ഥാനം. 720 നീറ്റിൽ എത്രയാണോ നിങ്ങളുടെ മാക്സിമം സ്കോർ, ആ സ്കോറിനെ അടിസ്ഥാനപ്പെടുത്തി തന്നെയായിരിക്കും തുടർന്നുള്ള സീറ്റ് അലോട്ട്മെന്റ് പ്രൊസീജിയേഴ്സ്. പ്ലസ് ടു കഴിഞ്ഞ് ഡോക്ടറേറ്റ് ഡിഗ്രി അത് ഏതും ആവാം, MBBS, BDS, ആയുർവേദം, ഹോമിയോ, വെറ്റിനറി, യുനാനി, എനി മെഡിക്കൽ ഡിഗ്രി, അത് ഏത് സ്ട്രീം ആഗ്രഹിക്കുന്നവരാണെങ്കിലും നിങ്ങൾക്ക് ഈ വീഡിയോന്റെ ഓരോ സെന്റൻസും ഉപകാരപ്പെടും. നമുക്കറിയാം, പ്ലസ് ടു കഴിഞ്ഞ ഒരു സ്റ്റുഡന്റിന് മെഡിക്കൽ പ്രൊഫഷനിലേക്ക് എത്തണമെങ്കിൽ നീറ്റ് എന്ന് പറയുന്ന പരീക്ഷ ഇസ് വെരി ഇമ്പോർട്ടന്റ്. ഔട്ട് ഓഫ് 720 മാക്സിമം സ്കോർ എടുക്കുന്നവർക്കാണ് സീറ്റ് സെക്യൂർ ചെയ്യാനുള്ള സാധ്യതയുള്ളൂ. അതും മെറിറ്റ് അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള അലോട്ട്മെന്റ് പ്രൊസീജിയറിലൂടെ മാത്രം. 2, 3, 4 റൗണ്ട് അലോട്ട്മെന്റ് പ്രൊസീജിയേഴ്സ് ഇവിടെ നടക്കും. പ്യുവർ മെറിറ്റ് കോട്ട, സെൽഫ് ഫിനാൻസിംഗ് കോട്ട, അതർ കാറ്റഗറി കോട്ട, NRI കോട്ട, ഇങ്ങനെയുള്ള ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്കും ഓരോ ഡിവിഷൻസിലേക്കും. പക്ഷെ ഇതെല്ലാം നിങ്ങളുടെ നീറ്റിന്റെ മാർക്ക് അടിസ്ഥാനപ്പെടുത്തി ആയതുകൊണ്ട് തന്നെ നീറ്റിനെ വളരെ സീരിയസ് ആയി കണ്ട് നല്ല ഔട്ട്സ്റ്റാൻഡിംഗ് ആയി അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്ത് ഡെഡിക്കേറ്റ് ചെയ്ത് ടെൻഷൻ ഫ്രീ ആയി പരീക്ഷ എഴുതി നല്ല മാർക്ക് മേടിക്കുന്നവർക്ക് സാധ്യതകൾ ഏറെയാണ്. അപ്പൊ ആ സാധ്യതകൾ കണ്ടെത്താൻ നീറ്റിന്റെ എലിജിബിലിറ്റി അല്ലെങ്കിൽ നീറ്റിന്റെ സ്കോർ മാത്രം പോരാ. നീറ്റിൽ നിങ്ങൾ എത്രത്തോളം സ്കോർ ചെയ്യുന്നോ ആ സ്കോറിന് അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള അലോട്ട്മെന്റ് ആപ്ലിക്കേഷൻ പ്രൊസീജിയേഴ്സും നമ്മൾ ഫോളോ ചെയ്യണം. ഇപ്പൊ നല്ല മാർക്കുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ, ഞാൻ പറഞ്ഞ ഔട്ട് ഓഫ് 720 ആണ്, ഒരു 550+, 600+ ഒക്കെ ഉള്ള കുട്ടികളാണെങ്കിൽ ഓൾ ഇന്ത്യ കോട്ടയിൽ, MCCയുടെ ഓൾ ഇന്ത്യ കോട്ടയിൽ നിർബന്ധമായിട്ടും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. ഇനി ഒരു 500 മാർക്കിന് താഴെയാണ് അല്ലെങ്കിൽ ഒരു 400 മാർക്കിന് മുകളിലാണെങ്കിൽ സ്റ്റേറ്റ് കൗൺസിലിംഗ് കോട്ടയിൽ കൃത്യമായ പാർട്ടിസിപ്പേഷൻ. അപ്പൊ സ്റ്റേറ്റ് കൗൺസിലിംഗ് കോട്ട എന്ന് പറയുമ്പോൾ കേരളത്തിലെ കീം നമ്മൾ അപേക്ഷിക്കണം, കർണാടകയിലെ KE കൊടുക്കണം, തമിഴ്നാടിലെ TN ഹെൽത്ത് കൊടുക്കണം, പോണ്ടിച്ചേരിയിലേക്ക് സെൻഡാക്ക് കൊടുക്കണം, ആന്ധ്ര, തെലങ്കാന, അങ്ങനെ ഓരോ സംസ്ഥാനങ്ങൾക്കും പ്രത്യേകം സ്റ്റേറ്റ് കൗൺസിലിംഗ് ആപ്ലിക്കേഷൻ കൊടുത്താലേ അതാത് സ്റ്റേറ്റ് കൗൺസിലിംഗ് പ്രൊസീജിയറിൽ നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ഈ സ്റ്റേറ്റ് കൗൺസിലിംഗ് അപേക്ഷ കൊടുത്തിട്ട് പിന്നെ നമുക്ക് വീണ്ടും ഓപ്ഷൻസ് ഉണ്ട്. പ്രൈവറ്റ് കോട്ടയിലേക്ക് പോകണോ, അല്ലെങ്കിൽ അതർ കാറ്റഗറി കോട്ടയിലേക്ക് പോകണോ, അല്ലെങ്കിൽ NRI കോട്ടയിലേക്ക് പോകണോ. അപ്പൊ ഈ ഓരോ കോട്ടയിലും ഫീസ് വ്യത്യാസമാണ്. കുറഞ്ഞ ഫീസ് മുതൽ കൂടിയ ഫീസ് വരെയുള്ള കാറ്റഗറി ഓഫ് സീറ്റ്സ് ഉണ്ട്. അപ്പൊ നിങ്ങൾ ഓരോരുത്തർക്കും നിങ്ങളുടെ മാർക്ക് അടിസ്ഥാനപ്പെടുത്തി ഏത് കാറ്റഗറിയിൽ കിട്ടും എന്ന ഒരു ഏകദേശം ഐഡിയ മുൻ വർഷത്തെ ഡാറ്റ പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാവും. അപ്പൊ ആ ഡാറ്റയിൽ നിന്ന് നിങ്ങളുടെ പൊസിഷൻ ഏകദേശം മനസ്സിലാക്കി ആ പൊസിഷനിൽ വരുന്ന കാറ്റഗറിയിൽ വരുന്ന ഫീസ് എത്രയാണെന്ന് അറിഞ്ഞ് അതിനനുസരിച്ചിട്ടുള്ള പ്രൊസീജിയർ ഫോളോ അപ്പ് ചെയ്താലേ ഇന്ത്യക്കകത്ത് നമുക്കൊരു സീറ്റ് സെക്യൂറൻസിന് സാധ്യത കണ്ടെത്താനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ഇങ്ങനെ ഒരു പ്രൊസീജിയർ ഫോളോ അപ്പ് ഉണ്ടാവണം എന്നാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ ഞാൻ പറഞ്ഞു നീറ്റ് എക്സാം ഈസ് വെരി ഇമ്പോർട്ടന്റ്. മാർക്ക് അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള പ്രൊസീജിയറിൽ നമ്മൾ വരണമെങ്കിൽ നീറ്റിൽ നല്ല സ്കോർ ഉണ്ടാവണം. അപ്പൊ അങ്ങനെ ഒരു നല്ല സ്കോർ ഉണ്ടാവണമെങ്കിൽ ഇപ്പോൾ പ്ലസ് ടു ഓൺഗോയിങ് സ്റ്റുഡന്റ് ആണെങ്കിൽ ഇപ്പോഴേ ബോർഡ് എക്സാമിന് വേണ്ട പ്രിപ്പറേഷൻ വളരെ സീരിയസ് ആയിട്ട് കണ്ട് എല്ലാ സബ്ജക്റ്റും എല്ലാ ടോപ്പിക്സും നല്ല അടിപൊളിയായിട്ട് പഠിച്ച് മുന്നോട്ട് ബോർഡ് എക്സാമിന് വേണ്ടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം. ആ പ്രിപ്പറേഷന് കൂടെ പരീക്ഷ കഴിഞ്ഞിട്ട് നല്ലൊരു എൻട്രൻസ് കോച്ചിങ് സെന്ററിലേക്ക്, പരീക്ഷയുടെ കൂടെ നല്ലൊരു എൻട്രൻസ് കോച്ചിങ് സെന്ററിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ക്രാഷ് കോഴ്സിന് വേണ്ട അഡ്മിഷൻ സെക്യൂർ ചെയ്ത് വെക്കും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബോർഡ് എക്സാമിന് വേണ്ടി നല്ലോണം പ്രിപ്പയർ ചെയ്ത കുട്ടികളാണെങ്കിൽ നല്ല അക്കാഡമിക്കൽ നോളജ് ഉണ്ടാവും. പക്ഷെ അക്കാഡമിക്കൽ നോളജ് മാത്രം പോരാ. നീറ്റ് പോലത്തെ കോമ്പറ്റേറ്റീവ് എക്സാംസ് ഒക്കെ ക്രാക്ക് ചെയ്യണമെങ്കിൽ ടൈം കൺസ്യൂം ചെയ്തിട്ട് അല്ലെങ്കിൽ ടൈംലി പ്രൊസീജിയറിൽ നമുക്ക് ആ പരീക്ഷ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നമ്മളെ കൊണ്ട് പറ്റണം. 720 മാർക്ക്, ഓക്കെ, ഒരു ചോദ്യത്തിന് 4 മാർക്ക്, അപ്പോൾ 180 ക്വസ്റ്റ്യൻസ്. അപ്പൊ 180 ക്വസ്റ്റ്യൻസിന് 180 മിനിറ്റ്, 3 മണിക്കൂറാണ് നീറ്റ് എക്സാം. അപ്പൊ ഒരു മിനിറ്റിൽ ഒരു ചോദ്യം എന്ന ഒരു കാൽക്കുലേഷൻ, ആ ഒരു റേഷ്യോ കൃത്യമായി ടെൻഷൻ ഫ്രീ ആയി. ഞാൻ ഈ ടെൻഷൻ ഫ്രീ എന്ന് എടുത്തിട്ട് പറയുന്നത് പല കുട്ടികളും നല്ലോണം പ്രിപ്പയർ ചെയ്യും, നന്നായിട്ട് പഠിക്കും. പക്ഷേ ഈ ചോദ്യ പേപ്പറിന് മുന്നിൽ വരുമ്പോൾ ഈ ടെൻഷൻ കാരണം അതൊക്കെ ബ്ലാങ്ക് ആവും. അതില്ലാണ്ടിരിക്കണമെങ്കിൽ ക്രാഷ് കോഴ്സിന് പോയി നമ്മൾ എന്ത് ചെയ്യുക, നല്ലോണം മോക്ക് ടെസ്റ്റുകൾ നടത്തുക. ഇപ്പോൾ ഈ റിപ്പീറ്റേഴ്സ് സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതും അത് തന്നെയാണ്. മോക്ക് ടെസ്റ്റുകൾ കൂടുതൽ പ്രാക്ടീസ് ചെയ്യാണ്. സോ പ്രാക്ടീസ് മേക്സ് മാൻ പെർഫെക്റ്റ്. ശരിയാണ്. അപ്പൊ എത്രത്തോളം പ്രാക്ടീസ് ചെയ്യണം അത്രത്തോളം നമുക്ക് വളരെ ഈസി ആയിട്ട് പരീക്ഷ പേപ്പറിനെ കൈകാര്യം ചെയ്യാനുള്ളൊരു അവസരം ഉണ്ടായിരിക്കും. അപ്പോൾ പ്ലസ് ടു ഓൺഗോയിങ് സ്റ്റുഡൻസ് ആണെങ്കിൽ അത്തരം അവസരങ്ങളിലേക്ക് എത്താൻ വേണ്ട പ്രിപ്പറേഷൻ നിങ്ങൾ ഇപ്പോൾ എടുക്കുക. അതുപോലെ തന്നെ റിപ്പീറ്റേഴ്സോ റീറിപ്പീറ്റേഴ്സോ ഒക്കെ ആണെങ്കിൽ കൂടുതൽ മോക്ക് ടെസ്റ്റുകൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. ഇത് തന്നെയാണ് നീറ്റിനെ ക്രാക്ക് ചെയ്യാനുള്ള ഏറ്റവും ഈസിയസ്റ്റ് മെത്തേഡ്. പിന്നെ ഇന്ത്യയിൽ ഓരോ വർഷം 25-30 ലക്ഷത്തിലടുത്ത് വിദ്യാർത്ഥികൾ എഴുതുന്ന പരീക്ഷയാണ്. അപ്പോൾ അത്രത്തോളം ടഫായിരിക്കും, അത്രത്തോളം സ്ട്രിക്റ്റ് ആയിരിക്കും അതിന്റെ ഓരോ പ്രൊസീജിയറും ഓരോ ക്വസ്റ്റ്യൻസും. ആൻഡ് ഇറ്റ് വിൽ നോട്ട് ബി ദാറ്റ് മച്ച് ഈസി എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, പ്രീ പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സാധ്യതകളിലേക്ക് നമുക്ക് എത്താം. ഇനി ഫീസിലേക്ക് പോവുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഓൾ ഇന്ത്യ കോട്ടയിലേക്കൊക്കെ വരുമ്പോൾ വളരെ ചെറിയ ഫീസിൽ, അതായത് പ്യൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലൊക്കെ പഠിക്കാൻ കുറഞ്ഞ ഫീസിൽ നമുക്ക് പറ്റും. ഇപ്പോൾ കേരളം പോലെയുള്ള പല സംസ്ഥാനങ്ങളിലും, ഇപ്പോൾ സൗത്ത് ഇന്ത്യയിൽ തന്നെ ഇപ്പോൾ കർണാടക, തമിഴ്നാട്, പോണ്ടിച്ചേരി, ആന്ധ്ര, തെലങ്കാന എന്നൊക്കെ പറയുമ്പോൾ 8 ലക്ഷം മുതൽ 15 ലക്ഷം വരെയാണ് ഒരു വർഷത്തെ വാർഷിക ഫീസ് വരും. അതിന്റെ കൂടെ ഏകദേശം ഒരു 2 മുതൽ 3 ലക്ഷം വരെ നിങ്ങളുടെ മിസലേനിയസ് ഫീസ്, ഹോസ്റ്റൽ ഫീസ് പോലെയുള്ള എക്സ്ട്രാ ഫീസസും വരും. അപ്പൊ ഇത് ഒരു അപ്രോക്സിമേറ്റ് ഫീസാണ്. ഓരോ സംസ്ഥാനങ്ങളിലും ഓരോരോ ഫീസായിട്ട് വാരി ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ അത്തരം ഫീസ് അഫോർഡബിൾ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, സ്റ്റേറ്റ് കൗൺസിലിംഗ് കോട്ടയുടെ അപേക്ഷയിലേക്ക് പോകും.
ഇനി ഒരു 18 ലക്ഷം മുതൽ 25 ലക്ഷം വരെ അഫോർഡബിൾ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡീംഡ് യൂണിവേഴ്സിറ്റീസ്, കൽപ്പിത സർവകലാശാലകൾ ഇന്ത്യക്കകത്ത് MCCയിൽ അങ്ങനെ ഒരു പ്രൊസീജിയർ ഉണ്ട്. വലിയ ഫീസൊക്കെ കൊടുത്ത് പഠിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഈ MCCയിൽ നിന്നുകൂടെ അപേക്ഷിച്ചിട്ട് സീറ്റ് സെക്യൂറൻസിന് പോകാൻ പറ്റും. കൂടുതൽ ഫീസുള്ള സ്ഥലം ആയതുകൊണ്ട് തന്നെ കുറഞ്ഞ ആപ്ലിക്കൻസ് ആയിരിക്കും ഉണ്ടായിരിക്കും. അപ്പോൾ കുറച്ചൊരു റാങ്ക് കുറവുള്ളവരാണെങ്കിലും അവിടെ സീറ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ NRI കോട്ടയിൽ ഫീസ് കൂടുതലായതുകൊണ്ട് ആപ്ലിക്കൻസ് കുറയും. അപ്പോൾ കുറച്ച് റാങ്ക് കുറഞ്ഞിട്ടുള്ളവർക്കാണെങ്കിലും അവിടെ സീറ്റ് കിട്ടാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ ഇങ്ങനെ ഓരോ സാധ്യതകളും ഓരോ റൗണ്ടിലും എത്രത്തോളമാണെന്ന് മനസ്സിലാക്കി എന്ത് ചെയ്യണം, അവസാന പ്രൊസീജിയർ വരെ നിങ്ങൾ ഓരോരുത്തരും ഫോളോ ചെയ്യണം. ഇപ്പോൾ ചിലരുടെ ഒരു തോട്ട് പ്രോസസ് ഉണ്ട്. ഇപ്പോൾ ഇത്ര മാർക്ക് അവിടെ കിട്ടുള്ളൂ, സോ ഞാനത് അപേക്ഷിക്കണോ, അല്ലെങ്കിൽ ഇപ്പോൾ ഇത്ര മാർക്ക് വരെ അവിടെ വിളിക്കുള്ളൂ. അപ്പം അങ്ങനെ ഒരു കാൽക്കുലേഷൻ നമ്മളായിട്ട് തന്നെ ചെയ്യുമ്പോൾ അതിനകത്ത് ചെറിയ മിസ്റ്റേക്കുകൾ ചിലപ്പോൾ സംഭവിക്കാം. ബിക്കോസ് ഇപ്പോൾ നമ്മൾ നമ്മുടെ ഒരു മുൻധാരണയുടെ മുകളിൽ നമ്മളൊരു പെർട്ടിക്കുലർ അപേക്ഷ കൊടുത്തില്ല എന്ന് വിചാരിക്കുക. നാളെ നമ്മുടെ റാങ്കിന്റെ അടുത്തവിടെ വിളിക്കുമ്പോൾ ആ സമയത്ത് അപ്ലൈ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. സോ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഓരോ സ്റ്റേറ്റ് കൗൺസിലിംഗ് അപേക്ഷയിലും ഓരോ കാറ്റഗറി ഓഫ് സീറ്റിനും എത്രയാണ് ഇന്ന് ഫീസ് എന്ന് ആദ്യം മനസ്സിലാക്കി അതിലേക്കുള്ള അപേക്ഷകളിൽ കൊടുക്കണോ വേണ്ടി നമ്മൾ മുൻകൂട്ടി തീരുമാനിക്കണം. ഞാൻ ഇത്രയും കാര്യങ്ങൾ MBBS കുറിച്ചാണ് പറഞ്ഞത്. ഇനി കാരണം നീറ്റ് എഴുതുന്നവരുടെ ഭൂരിഭാഗം കുട്ടികളുടെയും ഫസ്റ്റ് പ്രയോറിറ്റി എന്നുള്ളത് ഒട്ടുമിക്ക കുട്ടികൾക്കും MBBS ആയതുകൊണ്ട് ഇനിയിപ്പോൾ ആ ഒരു പ്രോഗ്രാമിലേക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിൽ നിൽക്കുന്ന ഒരു റാങ്ക് ആണ് നിങ്ങളുടെങ്കിൽ, അത്തരം ഫീസ് നിങ്ങൾക്ക് അഫോർഡബിൾ അല്ലെങ്കിൽ നമുക്കൊരു പ്ലാൻ ബി ലൈക്ക് BDS, ആയുർവേദം, ഹോമിയോ, വെറ്റിനറി, ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ ഈ BDS പോലത്തെ കോഴ്സസ് ഒക്കെയാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ നല്ല പേഷ്യൻസ് ഉണ്ടാവും. ഓക്കെ, അത്യാവശ്യം ഫീസ് ഒക്കെ ഓൾമോസ്റ്റ് എല്ലായിടത്തും ഒരുപോലെയാണ്. ഒരു 3 to 4 lakh പെർ ഇയർ ആണ് BDSന് നമുക്ക് സെൽഫ് ഫിനാൻസിംഗ് കോട്ടയിൽ ഫീസ് വരാം. NRI ഒക്കെ ആണെങ്കിൽ ഒരു 5 to 7 lakhs വരും. ഇനിയിപ്പോൾ പ്യൂർ ഗവൺമെന്റ് ഡെന്റൽ കോളേജ് ഒക്കെ ആണെങ്കിൽ വളരെ കുറഞ്ഞ ഫീസിൽ പഠിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഏകദേശം ആയുർവേദം, ഹോമിയോ ഒക്കെ അങ്ങനെ തന്നെയാണ്. വെറ്റിനറി ഒക്കെ ഗവൺമെന്റ് കോളേജിലൊക്കെ ആണെങ്കിൽ വളരെ ചുരുങ്ങിയ ഫീസിൽ നമുക്ക് പഠിക്കാം. ഇപ്പോൾ വെറ്റിനറി പ്രോഗ്രാം ഒക്കെ നമുക്ക് മാനേജ്മെന്റ് സീറ്റ്സ് എടുക്കുകയാണെങ്കിലാണ് ഒരു 5 to 6 lakh ഒക്കെ പെർ ഇയർ ഫീസ് വരുന്നത്. അപ്പോൾ ഈ പറഞ്ഞ ഫീസ് അഫോർഡബിൾ ആവുന്നതാണെങ്കിൽ ഇത്തരം BDS, ആയുർവേദം, ഹോമിയോ, വെറ്റിനറിയിലേക്കൊക്കെ നമുക്ക് പോകാം. ഓക്കെ, ഇനി അതല്ല ഈ പറഞ്ഞ മറ്റ് മെഡിക്കൽ കോഴ്സസ് ഒന്നും വേണ്ട, വെറും MBBS തന്നെ മതി എന്നാണെങ്കിൽ നേരെ അബ്രോഡ് എന്നുള്ളൊരു ഓപ്ഷനാണ് പിന്നെ നമുക്ക് നമ്മുടെ മുന്നിലുണ്ടാകും. ഒരു മെഡിക്കൽ സീറ്റ് അല്ലെങ്കിൽ ഒരു MBBS ഡോക്ടർ ആവണം എന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക്. കാരണം ഇപ്പോൾ നമുക്കറിയാം NMC, നാഷണൽ മെഡിക്കൽ കൗൺസിലിന്റെ സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരുപാട് പുതിയ റൂൾസും റെഗുലേഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അത്തരം റൂൾസും റെഗുലേഷൻസ് ഒക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരുപാട് രാജ്യങ്ങളുണ്ട്. എല്ലാ രാജ്യങ്ങളും ഇല്ല. ബിക്കോസ് പല രാജ്യങ്ങളിലും NMCയുടെ റൂൾസും റെഗുലേഷൻസും പല രീതിയിലാണ്. ക്ലിനിക്കൽ എക്സ്പോഷർ, പേഷ്യൻസ് ഇന്ററാക്ഷൻ പല രീതിയിലാണ്. അക്കാഡമിക്കൽ ക്വാളിറ്റി കുറഞ്ഞതും കൂടിയതും ഉണ്ട്. അതുപോലെ തന്നെ ECFMG, എഡ്യൂക്കേഷണൽ കമ്മീഷൻ ഓഫ് ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ്സ് ഓഫ് USA, WFME, അതുപോലെ തന്നെ ഓസ്ട്രേലിയൻ മെഡിക്കൽ കൗൺസിൽ, കനേഡിയൻ മെഡിക്കൽ കൗൺസിൽ, പ്ലാബ് ഓഫ് UK അല്ലെങ്കിൽ GMC ഓഫ് UK, ഇങ്ങനെയുള്ള പല അക്രിഡിയേറ്റിംഗ് ബോഡീസും റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള നല്ല നല്ല യൂണിവേഴ്സിറ്റികൾ അബ്രോഡിലുണ്ട്. പക്ഷേ ഡിഫറൻസ് ഇപ്പോൾ ഇന്ത്യക്കകത്ത് MBBS ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ നമുക്ക് സ്കൂളിൽ +2 വരെ കിട്ടിയതുപോലെ ഒരു സ്കൂൾ ഫീഡിംഗ് സിസ്റ്റം നമുക്ക് കിട്ടും. ലൈബ്രറി ടീച്ചർ, ലബോറട്ടറി ടീച്ചർ, എല്ലാ തരത്തിലുമുള്ള ഒരു അക്കാഡമിക്കൽ സപ്പോർട്ട് ഉണ്ടായിരിക്കും. അബ്രോഡിലേക്ക് നമ്മൾ പോകുമ്പോൾ ക്വാളിറ്റി, എക്സ്പോഷർ, എക്സ്പീരിയൻസ് എല്ലാം നന്നായിരിക്കും. പക്ഷേ സെൽഫ് പ്രിപ്പറേഷൻ എന്നൊരു പ്രൊസീജിയർ കൂടെ അവിടെ ഉണ്ട്. ഓക്കെ, അതായത് സ്വന്തമായിട്ട് റിസർച്ച് നടത്തി പഠിക്കുക എന്നുള്ളതും കൂടെ അവരുടെ അക്കാഡമിക്സിന്റെ ഭാഗമാണ്. അപ്പോൾ MBBSനോട് നല്ല ഡ്രീമും നല്ല സബ്ജക്ട് നോളജ് ഉള്ളവരാണെങ്കിൽ ഇന്ത്യയിൽ കിട്ടിയില്ലെങ്കിൽ അബ്രോഡിനെ കുറിച്ച് ആലോചിക്കാം. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ ഓരോരുത്തരും ഇപ്പൊ MBBS അത് ഇന്ത്യയിലാണെങ്കിലും അത് അബ്രോഡ് ആണെങ്കിലും പഠിക്കാൻ ആഗ്രഹിക്കുന്നവര് പോസ്റ്റ് ഗ്രാജുവേഷനെ കുറിച്ചുള്ള ഒരു ചെറിയ ഫോർസൈറ്റോട് കൂടെ തന്നെ പഠനം സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് PG എൻറോൾ ചെയ്യാനുള്ള വലിയ വലിയ സാധ്യതകൾ നമുക്ക് ഈ MBBS പഠന കാലയളവിൽ തന്നെ കണ്ടെത്താൻ പറ്റും. ഇപ്പൊ ഞാൻ പറഞ്ഞു, ഇപ്പൊ ഇന്ത്യയിൽ കിട്ടിയില്ലെങ്കിൽ അബ്രോഡ്. കാരണം ഇന്ത്യയിൽ അത്രയുള്ള ഒരു രോഗങ്ങളോ രോഗനിർണയങ്ങളോ എന്റെ അറിവിൽ മറ്റ് പല സ്ഥലങ്ങളിലും ഇതുപോലെ ഇല്ല. ബിക്കോസ് നമ്മുടെ നാട്ടിൽ പല ക്ലൈമറ്റിക് സോൺ ഉള്ളതുകൊണ്ടും പലതരത്തിലുള്ള ഡിസീസും പോപ്പുലേഷൻ ഡെൻസിറ്റി ഒക്കെ കൂടുതലായതുകൊണ്ട് നല്ല പേഷ്യൻസ് ഇന്ററാക്ഷനോടുകൂടെ പഠിക്കുന്ന സാഹചര്യം ഇന്ത്യയിലുണ്ട്, നമ്മുടെ നാട്ടിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യൻ മെഡിക്കൽ എഡ്യൂക്കേഷൻ ഇന്നും ഒന്ന് തട്ട് മുകളിൽ കയറിയിരിക്കുന്നത്. എന്ന് വെച്ച് വിദേശ രാജ്യങ്ങളിൽ ഇത്ര ഒരു ക്വാളിറ്റി ഇവിടുത്തെ പോലെ തന്നെ അവിടെയുണ്ട്. പക്ഷേ പേഷ്യൻസ്, ക്ലിനിക്, ഈ രോഗങ്ങൾ ഇങ്ങനെയുള്ള ഒരു ഇന്ററാക്റ്റീവ് സ്റ്റേജിലേക്ക് വരുമ്പോൾ അവിടെ അത് കുറച്ച് പരിമിതപ്പെടാം. അപ്പോൾ ആ പരിമിതിയെ കവറപ്പ് ചെയ്യാനായിട്ട് നമ്മുടെ കുട്ടികൾ എന്ത് ചെയ്യണം, ഒബ്സർവർഷിപ്പ്, അതുപോലെ തന്നെ സ്വന്തമായിട്ടുള്ള റിസർച്ച് പ്രോഗ്രാംസ്, പോസ്റ്റ് ഗ്രാജുവേഷൻ വേണ്ട പ്രിപ്പറേഷൻസ്, ഇനിയിപ്പോൾ PG അവർ ഏത് രാജ്യത്ത് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് ആ രാജ്യത്തിലേക്കുള്ള പോസ്റ്റ് ഗ്രാജുവേഷന്റെ ഗേറ്റ് എക്സാംസ്, ഇത്തരം പ്രിപ്പറേഷൻസ് കൂടെ ഉണ്ടെങ്കിലും മെഡിക്കൽ ഡിഗ്രി അതിന്റെ 100% കംപ്ലീറ്റ് ആയിട്ട് തന്നെ കഴിഞ്ഞിറങ്ങാം എന്ന് നമുക്ക് ഗ്യാരണ്ടീഡ് ആണ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു, എല്ലാവർക്കും ഈ MBBS എന്ന കോഴ്സിലേക്ക് എത്താനുള്ള റാങ്ക് ഇല്ലെങ്കിലും ഉണ്ടാവണമെന്നില്ല. അതുപോലെ തന്നെ അത്രത്തോളം പ്യൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ കിട്ടിയിട്ടില്ലെങ്കിൽ സെൽഫ് ഫിനാൻസിംഗ് കോട്ടയിൽ പഠിക്കാനുള്ള അവസരങ്ങൾ അല്ലെങ്കിൽ സാമ്പത്തികം ഉണ്ടാവണമെന്നില്ല. അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യാം, മറ്റ് പല മെഡിക്കൽ കോഴ്സസ്, BDS, ആയുർവേദം, ഹോമിയോ, യുനാനി, വെറ്റിനറി, ഇങ്ങനെയുള്ള മറ്റ് പല മെഡിക്കൽ കോഴ്സസിലേക്ക് പോവാം. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ അതേ പ്രൊസീജിയർ തന്നെയാണ് നമ്മൾ ഈ എല്ലാ മെഡിക്കൽ പ്രോഗ്രാമിനും ഫോളോ ചെയ്യുന്നത്. ഒറ്റ വ്യത്യാസമേ ഉള്ളൂ, ഓരോ റൗണ്ടിലും നമുക്ക് ചിലപ്പോൾ ചോയ്സസ് മാറ്റി കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ നമ്മൾ മുൻകൂട്ടിയിട്ട് പ്ലാൻ ചെയ്യാം. അതുകൊണ്ടാണ് ഞാൻ MBBS അബ്രോഡ് എന്നുള്ളതും കൂടെ ഇതിനകത്ത് എടുത്തു വെച്ചത്. എന്റെ റീസൺ, വെറും MBBS തന്നെ മതി എന്നുള്ളവരാണെങ്കിൽ MBBS ഇന്ത്യക്കുള്ളിൽ MBBS എന്നുള്ള ഒറ്റ കോഴ്സ് പിൻ ചെയ്ത് കംപ്ലീറ്റ് ചോയ്സ് ഫില്ലിംഗ് കംപ്ലീറ്റ് റൗണ്ടിൽ അങ്ങനെ തന്നെ ഫോളോ ചെയ്യാം.
കിട്ടിയിട്ടില്ലെങ്കിൽ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് യു ക്യാൻ ഫ്ലൈ അബ്രോഡ്. NMC മറ്റു കാര്യങ്ങളൊക്കെ ഈക്വലൈസ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കണ്ടെത്തും. ഇനി അതല്ല, നിങ്ങൾക്ക് MBBS കിട്ടിയിട്ടില്ലെങ്കിൽ, ഇന്ത്യക്കുള്ളിൽ കിട്ടിയിട്ടില്ലെങ്കിൽ മറ്റ് പല മെഡിക്കൽ കോഴ്സസിലേക്ക് പോയാലും മതിയെങ്കിൽ ഈ മറ്റ് പല മെഡിക്കൽ കോഴ്സസിന് നിങ്ങളുടെ പ്രയോറിറ്റി ഏതാണെന്നുള്ളത് മുൻകൂട്ടി ലിസ്റ്റ് ചെയ്യാം. എന്നിട്ട് ചോയ്സ് ഫില്ലിംഗിന്റെ സമയത്ത് അതുകൂടെ ഓപ്ഷൻസിൽ ആഡ് ചെയ്യാം. ഇത് നമ്മൾ സൈമൾട്ടേനിയസ് ആയിട്ട് ചെയ്യുന്ന പരിപാടിയാണ്. അല്ലെങ്കിൽ ഒന്ന് കഴിഞ്ഞ് മറ്റൊന്നിനെ കുറിച്ച് ചിന്തിച്ചാൽ നല്ല ക്വാളിറ്റിയുള്ള ഓപ്ഷൻസിലേക്ക് നമുക്ക് എത്താണ്ടായി പോകും. അങ്ങനെ ഒരുപാട് കുട്ടികളെ ഞാൻ ഓരോ വർഷവും കാണുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഇല്ലാണ്ടിരിക്കണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കൃത്യമായിട്ടുള്ള ഒരു ഫോർസൈറ്റോട് കൂടെ കാര്യങ്ങളെ കണ്ടു മുന്നോട്ട് പോകാനുള്ള ഒരു ഇൻഫോർമേഷൻ അല്ലെങ്കിൽ അറിവ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അത്തരം കാര്യങ്ങളെ കുറിച്ചുള്ള വിശദമായിട്ടുള്ള സെഷൻസ് ഞങ്ങൾ ഓരോ വീക്കിലും ഓൺലൈനായിട്ടും എന്നും ഡെയിലി നമ്മുടെ ഓഫീസിൽ ഓഫ്ലൈനായിട്ടും നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും ഒരു സപ്പോർട്ടീവ് അസിസ്റ്റൻസ് വേണമെങ്കിൽ തീർച്ചയായിട്ടും യു ക്യാൻ കോൺടാക്ട് us. നിങ്ങൾ നീറ്റ് മുതൽ അപ്ലിക്കേഷൻ, അലോട്ട്മെന്റ്, അതുപോലെ തന്നെ മോക്കപ്പ്, സ്പോട്ട് അഡ്മിഷൻ, സ്ട്രേ വാക്കൻസി പോലെയുള്ള എല്ലാ റൗണ്ടിലേക്കും എങ്ങനെ ചോയ്സ് ഫിൽ ചെയ്യണം, എങ്ങനെ നമ്മളൊരു കോളേജ് സെലക്ട് ചെയ്യണം, എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ഫോളോ അപ്പ് ചെയ്യണം. ഓരോ റൗണ്ടിലും ചിലയിടത്ത് അപ്ലിക്കേഷൻ ഫീസ് മാത്രം മതിയായിരിക്കും. ചില സ്ഥലങ്ങളിൽ നമ്മൾ ഡെപ്പോസിറ്റ് മണി കൊടുക്കേണ്ടതുണ്ടാവും. അത് നമ്മൾ കൃത്യമായിട്ട് ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ഒരു സ്ഥലത്തൊരു സീറ്റ് കിട്ടി, നമുക്കത് വേണ്ട, ചിലപ്പോൾ ഡെപ്പോസിറ്റ് മണി നഷ്ടമാണ്. അങ്ങനെയുള്ള ഇഷ്യൂസ് ഒന്നും ഇല്ലാതെ വളരെ സ്മൂത്ത് ആയിട്ട് എങ്ങനെ ഇതിനെ കൈകാര്യം ചെയ്യാം എന്ന ക്ലീൻ സപ്പോർട്ട്, ക്ലീൻ ഇൻഫർമേഷൻ ഞങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇന്നോട്ട് നിങ്ങൾ ഓരോരുത്തരും ഞാൻ ഈ പറഞ്ഞതുപോലെ നീറ്റിന് വേണ്ടി നല്ല സ്ട്രോങ് ആയി പ്രിപ്പയർ ചെയ്ത് ഒരുപാട് മോക്ക് ടെസ്റ്റുകളൊക്കെ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് റെഡി ചെയ്യുക. ടെൻഷൻ ഫ്രീ ആയിട്ട് പരീക്ഷ എഴുതുക. ഇപ്പൊ ക്രാഷ് കോഴ്സിനൊക്കെ വേണ്ടി ഓരോ എൻട്രൻസ് കോച്ചിങ് സെന്ററും നിങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ ഒന്ന് ചെറിയൊരു ബാക്ക് ഹിസ്റ്ററി ഒന്ന് സ്റ്റഡി ചെയ്യാം. അവരുടെ മോക്ക് ടെസ്റ്റുകൾ അല്ലെങ്കിൽ അവരുടെ ഒരു ക്രാഷ് പ്രിപ്പറേഷൻ എങ്ങനെയാണ്, ഇപ്പോൾ മുൻ വർഷങ്ങളിലൊക്കെ എത്ര സ്റ്റുഡൻസ് അവിടുന്ന് എലിജിബിൾ ആയി സീറ്റ് സെക്യൂറൻസിലേക്കൊക്കെ പോയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു വിലയിരുത്തൽ കൂടെ നടത്തി കഴിഞ്ഞാൽ നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് നിങ്ങൾക്ക് കയറാനായിട്ട് പറ്റും. കാരണം ഇത് വളരെ സീരിയസ് ആയിട്ട് കാണേണ്ട, വളരെ സീരിയസ് ആയിട്ട് അറ്റൻഡ് ചെയ്യേണ്ട, എലിജിബിൾ ആവാൻ പോലും വളരെ പാടുള്ള ഒരു പരീക്ഷയാണ്. അപ്പൊ നിങ്ങൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു പ്രിപ്പറേറ്ററി സ്റ്റേജിലേക്ക് തന്നെ എത്തുക. സ്ട്രോങ് ആയിട്ട് തന്നെ പഠിച്ച് മുന്നോട്ട് പോവുക. സോ ഓൾ ദി ബെസ്റ്റ്. എല്ലാവിധ എനർജിയോടും കൂടെ, ഡെഡിക്കേഷനോടും കൂടെ നല്ല ടൈം ഇൻവെസ്റ്റ് ചെയ്തിട്ട് നീറ്റ് ക്രാക്ക് ചെയ്ത് നിങ്ങളുടെ ഡ്രീം പോലെ ബിക്കം എ ഗുഡ് ഡോക്ടർ. അതിന് എന്തൊക്കെ സപ്പോർട്ട് ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് വേണം, യു ക്യാൻ ഫീൽ ഫ്രീ ടു കോൺടാക്ട് us.